നമ്മൾ ഈ ആംബുലൻസ് ഇങ്ങനെ കുരുങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഏത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു മാറ്റി ഇങ്ങനെ നമ്മളിങ്ങനെ മാറ്റി മാറ്റി കൊടുക്കുക. ആംബുലൻസ് പോട്ടെ, അതിനകത്ത് വയ്യാത്തൊരാൾ കിടക്കുമല്ലേ എന്നൊരു കാര്യം മനസ്സിലാക്കണം. മുമ്പ് ഇതുപോലെ ബ്ലോക്ക് ഉണ്ടാക്കിയ ഒരു മൈരനാണ് ആ ആംബുലൻസിൽ ഇപ്പോൾ കിടക്കുന്നത്. അത്രേ ഉള്ളൂ. അല്ലാതെ വലിയ മൈരനൊന്നും കിടപ്പില്ല അതിനകത്ത്. എല്ലാ മൈരന്മാരുടെയും പണി ഇതാ. ഇവിടെ റോഡിൽ കിടന്ന് ഉന്തും തള്ളും കുത്തിക്കയറ്റും എല്ലാം കഴിഞ്ഞിട്ട് എന്നേലും ഒരിക്കലും ഒന്നൊരു വണ്ടി ഒന്ന് വീഴുവോ അല്ലേ എന്തെങ്കിലും വയ്യായി വരുവോ ചെയ്യുമ്പോൾ ഒരു ആംബുലൻസുകാരൻ കിടന്ന് ഇതിനിടെ കിടന്ന് ഓടും. എന്നിട്ട് ഇപ്പോഴും ആംബുലൻസ് കണ്ട് അവിടെ വരെ എത്തിയിട്ടുള്ളൂ. എങ്ങനെ എത്താനാ? ഈ ട്രാഫിക്കിൻ്റെ മാന്യത അറിയാമല്ലോ എല്ലാവർക്കും എന്തുവാ ഈ നാട്ടിലെന്നുള്ളത്. കുത്തിക്കയറ്റി എന്നിട്ട് ആംബുലൻസ് വരുമ്പോൾ മാത്രം പ്രത്യേകത അതിനകത്ത് കിടക്കുന്ന ഇതുപോലത്തെ തന്നെയാണ്. നേരത്തെ കണ്ട് ഇതുപോലെ കിടന്ന് ഉണ്ടാക്കി കുത്തിക്കയറ്റിയവനാണ് കിടക്കുന്നത്. നാളെ ഈ കുത്തിക്കയറ്റുന്നവനെല്ലാം അതിനകത്ത് കിടക്കുമ്പോൾ ഇതേപോലെ നിനക്കും പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് വലിയ കുത്തിക്കയറ്റിൽ PhD ഒന്നും എടുത്തിട്ട് ഒരു കാര്യമില്ല. ഹോണടിയിലും മുടിഞ്ഞ ഹോണടിയല്ലേ കിടന്നുകൊണ്ട് ഈ ഹോണടിയിലും മറ്റേ വലിയ PhD ഒന്നും എടുക്കണ്ട ആൾക്കാർ. ഇവിടെ കണ്ട് പോകുന്ന കണ്ടവർക്ക് എല്ലാവരും ഇപ്പോൾ അങ്ങോട്ട് ചെന്ന് ഒരു വലിയ സർജറിയൊക്കെ നടത്തിയാണ്ട് ജീവൻ രക്ഷിക്കാൻ പോകുന്ന പോലെ. പിന്നെ ഈ വണ്ടി എത്ര സ്പീഡിൽ ഓടിച്ച് അവിടെ എത്തിച്ചാലും അവിടെ എത്തുന്നിടത്ത് ഇവരെ പിഴിഞ്ഞ് കാശുണ്ടാക്കാൻ വേറൊരു പാക്കേജായിട്ട് ഇരിക്കുന്നവരൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ എന്നാലും ഒരു ജീവൻ രക്ഷപ്പെടുവാണെങ്കിൽ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് കാശ് മുടക്കിയാലും കാശില്ലെങ്കിലും ഉണ്ടെങ്കിലും ജീവനല്ലേ ചിലപ്പോൾ അങ്ങനെ രക്ഷപ്പെട്ടെന്ന് വരുമ്പോൾ